ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു റിവിഷൻ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. സിലബസിലെ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ റിവിഷനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. 3 ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം ആർ. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് എക്കണോമി. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഏതായിരിക്കും ആൻസർ വരിക? സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, അതായത് പരമാവധി ലാഭം, ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. ഇതൊക്കെ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രിൻസിപ്പിളാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിത്തം അല്ലേ. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ പ്രിൻസിപ്പിളാണ് സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ക്യാപിറ്റലിസത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഇക്കണോമിക് സിസ്റ്റം. എന്താണ്? ക്യാപിറ്റലിസമാണ്. ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് എന്ന് ചോദിച്ചാൽ എന്തിനാണ്? ക്യാപിറ്റലിസമാണ്. ഓൾഡസ്റ്റ് ഫോം ഓഫ് ഇക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസം. ദ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ഈസ് റെഫേർഡ് ടു എസ് ക്യാപിറ്റലിസം. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ ചോദിച്ചാൽ എന്തിനാണ്? ക്യാപിറ്റലിസമാണ്. ഇൻ ക്യാപിറ്റലിസം മണി പ്രൊഡക്റ്റ് മണി, ദാറ്റ് മീൻസ് മണി മേക്സ് മണി. ദർ ആർ 4 സ്റ്റേജസ് ഓഫ് ക്യാപിറ്റലിസം. ഏതൊക്കെയാണ്? അഗ്രേറിയൻ ക്യാപിറ്റലിസം, മെർച്ചൻറ്റ് ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആൻഡ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം. ഓക്കെ, മണി ഈസ് ദ മാസ്റ്റർ വിച്ച് റൂൾസ് മാൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ഈസ് റിലേറ്റഡ് ടു ക്യാപിറ്റലിസം. ഫൗണ്ടർ ഫാദർ ഓഫ് ക്യാപിറ്റലിസം ആരാണ്? ആദം സ്മിത്ത് ആണ് അല്ലേ. ഫൗണ്ടർ ഫാദർ ഓഫ് ക്യാപിറ്റലിസം ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ 2 ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് ഇൻ 1759 ആൻഡ് ദ വെൽത്ത് ഓഫ് നാഷൻ ഇൻ 1776. ഏതൊക്കെയാണ് ബുക്കുകൾ? ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സും ദ വെൽത്ത് ഓഫ് നാഷനും. ദ തിയറി ഓഫ് സർവൈവൽ ദ ഫിറ്റസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാപിറ്റലിസം. The theory of survival the fittest is related to capitalism. Purest form of capitalism ചോദിച്ചാൽ ഏതാണ്? ലേസി ഫെയറി ക്യാപിറ്റലിസം ആണ് കേട്ടോ. പ്യൂവറസ്റ്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം ഈസ് ലേസി ഫെയറി ക്യാപിറ്റലിസം. അതിൻ്റെ അർത്ഥം വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഒന്നും തന്നെ ഇല്ല എന്നാണ് കേട്ടോ. ക്യാപിറ്റലിസത്തിൻ്റെയും കോപ്പറേഷൻ്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാം. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു ICA, കോപ്പറേഷൻ ഈസ് എൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വോളണ്ടറിലി ടു മീറ്റ് ദെയർ കോമൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ത്രൂ എ ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസസ്. അതായത് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺസിൻ്റെ ഒരു ഓട്ടോണമസ് അസോസിയേഷനാണ്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം കൂടിച്ചേരുന്നതാണ്. അവരുടെ കോമൺ ആയിട്ടുള്ള ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിച്ചേരുന്നതാണ്. പിന്നെ എന്താണ്? കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ്ലി ഓൺഡ് ആയിരിക്കും, ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആയിരിക്കും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും അല്ലേ. കോപ്പറേഷൻ എന്ന് പറഞ്ഞാലോ അവിടെ സർവീസ് ഓറിയൻറ്റഡ് ആണ്. ക്യാപിറ്റലിസത്തിൽ മണി ഹാസ് കമാൻഡ് ഓവർ മെൻ. മണിയാണ് അവിടുത്തെ മാസ്റ്റർ അല്ലേ. കോപ്പറേഷനിലോ മണി കമാൻഡ് ഓവർ മണി, മാൻ ഈസ് ദ മാസ്റ്റർ. കോപ്പറേഷനിൽ മാനാണ് മാസ്റ്റർ, ക്യാപിറ്റലിസത്തിൽ മണിയാണ് മാസ്റ്റർ. ക്യാപിറ്റലിസം എക്സ്പ്ലോയിറ്റേഷനാണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റാണ് അല്ലേ. ചൂഷണമാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കോപ്പറേഷനിൽ ഈക്വൽ റൈറ്റ് ആണ്. ക്യാപിറ്റലിസത്തിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിരിക്കും. കോപ്പറേഷനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. പിന്നെ അവിടെ എന്താണ്? ക്യാപിറ്റലിസത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കോപ്പറേഷനിൽ കോപ്പറേഷനാണുള്ളത്, വ്യക്തികൾ തമ്മിലുള്ള കോപ്പറേഷനാണ് അവിടെ സാധ്യമാവുന്നത്. ക്യാപിറ്റലിസത്തിൽ മെറ്റീരിയൽ ഗെയിനാണ് ഇമ്പോർട്ടൻസ്. കോപ്പറേഷനിലോ കമ്പൈൻ എത്തിക്സ് വിത്ത് മെറ്റീരിയൽ ഗെയിൻ. ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റൽ ഒക്യുപ്പൈസ് മോസ്റ്റ്. എന്താണ്? ക്യാപിറ്റലായിരിക്കും കൂടുതൽ അല്ലേ. മറ്റോടത്ത് എന്താണ്? കോപ്പറേഷനിൽ ക്യാപിറ്റലിന് സെക്കൻഡറി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എവിടെയായിരിക്കും വരുന്നത്? ക്യാപിറ്റലിസമാണ്. കോപ്പറേഷനിൽ ഓൾ ആർ ഇൻ ഓണേഴ്സ്. ആ കോപ്പറേഷനിൽ എല്ലാവരും അതിൽ ഓണേഴ്സാണ്. ക്യാപിറ്റലിസത്തിൻ്റെ മറ്റു പോയിൻറ്റ്സ് ആണ് ബൂം ആൻഡ് ഡിപ്രഷൻ, എക്സ്പ്ലോയിറ്റ് വീക്ക്, മോണോപോളി, ഇൻഇക്വാലിറ്റി. കോപ്പറേഷനിൽ നോക്കിയാലോ സ്റ്റെബിലൈസ് പ്രൈസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. വീക്ക് ഗ്രോ സ്ട്രോങ് അങ്ങനെയാണ് പറയുന്നത് അല്ലേ. വീക്കായിട്ടുള്ളവരെ അവർ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷൻ ആണ് കോപ്പറേഷനിൽ ഉണ്ടാവുന്നത്. ഇക്വാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്.
ക്യാപിറ്റലിസവും കോപ്പറേഷനും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കാൻ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി, റൈറ്റ് ഓഫ് കോൺട്രാക്ട്, റൈറ്റ് ഓഫ് എൻ്റർപ്രൈസ്, റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, യൂസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് പേ ഇൻട്രസ്റ്റ്, എംഫസൈസ് പ്രോഫിറ്റ്, ഒപ്പോസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. കോപ്പറേഷൻ ഇസ് ദ റീഫോം ഫോം ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ റീഫോംഡ് ഫോമാണ് കോപ്പറേഷൻ. ഡാഷ് ഈസ് ദ റീഫോംഡ് ഫോം ഓഫ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? കോപ്പറേഷൻ. There is a similarity between cooperation and capitalism in respect of എന്താണ്? ഓപ്ഷൻ എ മ്യൂച്വൽ ഹെൽപ്പ്, ഓപ്ഷൻ ബി സർവീസ് മോട്ടീവ്, ഓപ്ഷൻ സി ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഓപ്ഷൻ ഡി എക്സ്പ്ലോയിറ്റേഷൻ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ, സിമിലാരിറ്റിയിൽ പറയുന്നുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന്. റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി ഇവരുടെ ഒരു സിമിലാരിറ്റിയാണ്. ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ് എന്തിൻ്റെ ആയിരിക്കും? കോപ്പറേഷൻ്റെ ആണ് അല്ലേ. സർവീസ് മോട്ടീവ് കോപ്പറേഷൻ തന്നെയാണ് പറയുന്നത്. ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി രണ്ടും ഉണ്ട് അല്ലേ, അപ്പോൾ അത് മാത്രമാണ് സിമിലാരിറ്റി. എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്? ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പറയുന്ന പോയിൻ്റാണ്. അടുത്തൊരു PYQ നമുക്ക് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? മെമ്പേഴ്സിൻ്റെ ഇക്കണോമിക് വെൽഫെയർ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അടുത്തൊരു PYQ ആണ്. ഡാഷ് ഈസ് ആൻ ഇക്കണോമിക് ഓർഡർ വെർ വേരിയസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ carried ഔട്ട് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ ദ സേക്ക് ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്. എന്താ ആൻസർ വരുന്നത്? പ്രൈവറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാരി ചെയ്യുകയാണ്. എന്നാൽ അതിനെന്ത് പറയുന്നു? ക്യാപിറ്റലിസം. അടുത്തൊരു PYQ ആണ്. ഡാഷ് ഓപ്പറേറ്റ്സ് അണ്ടർ സ്റ്റേറ്റ് ഡോമിനേഷൻ. ഓപ്ഷൻ ബി സോഷ്യലിസം ആണ് ആൻസർ. സ്റ്റേറ്റ് ഡോമിനേഷൻ വന്നാൽ എന്തെഴുതണം? സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ മറ്റ് പോയിന്റ്സ് ആണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, സോഷ്യലിസം. പൊളിറ്റിക്കൽ റെമഡി ഫോർ ഇക്കണോമിക് ഡെവിൾ. എന്താണ് എഴുതേണ്ടത്? സോഷ്യലിസം. പൊളിറ്റിക്കൽ റെമഡി ഫോർ ഇക്കണോമിക് ഡെവിൾ, സോഷ്യലിസം. സർപ്ലസ് ഗോസ് ടു ദ സ്റ്റേറ്റ്. എന്താണ്? സോഷ്യലിസമാണ്. സ്റ്റേറ്റ് ഈസ് സുപ്രീം, സോഷ്യലിസമാണ് ആൻസർ വരുന്നത്. സ്റ്റേറ്റ് ഈസ് സുപ്രീം, സോഷ്യലിസമാണ്. ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, സോഷ്യലിസം. Socialism is an economic system under which the means of production and distribution are owned and regulated by government or state. പിന്നെ എന്താണ്? സോഷ്യലിസത്തിൽ കളക്റ്റീവ് ഓണർഷിപ്പും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ആയിരിക്കും. സോഷ്യലിസം ഈസ് സെൻട്രൽ പ്ലാനിങ് ഇക്കണോമി. ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം എന്നറിയപ്പെടുന്നത് കാൾ മാർക്സ് ആണ്. ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം കാൾ മാർക്സ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ദാസ് ക്യാപിറ്റൽ. അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ആണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ബുക്ക് വന്ന വർഷം 1848. ഒരു PYQ ആണ് കേട്ടോ. കമ്മ്യൂണിസത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. ഡാഷ് ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. എന്താണ്? കമ്മ്യൂണിസം. കമ്മ്യൂണിസം ബിലീവ്സ് ഇൻ അറ്റൈനിങ് ഇറ്റ്സ് എയിം ബൈ റെവല്യൂഷണറി മീൻസ് കമ്മ്യൂണിസം. ലേബർ പ്ലേയിങ് ഇമ്പോർട്ടൻറ്റ് റോള് ഏതാണ്? കമ്മ്യൂണിസമാണ് വരുന്നത്. കമ്മ്യൂണിസം മീൻസ് ക്ലാസ്ലെസ്, മണിലെസ് ആൻഡ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കമ്മ്യൂണിസം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. കമ്മ്യൂണിസം ഈസ് റെവല്യൂഷണറി. പറഞ്ഞ പോയിന്റാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് എന്നാണ്? 1848. ആരാണ്? കാൾ മാർക്സ് ആൻഡ് ഏഞ്ചൽസ്. ഓക്കെ. പിന്നെ ദാസ് ക്യാപിറ്റൽ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് കാൾ മാർക്സ് ആണ്. 3 വോളിയമായിട്ടാണ് പബ്ലിഷ് ചെയ്തത്. 1867, 1885, പിന്നെ 1894 എന്നൊക്കെയാണ്. 1867, 1885, 1894. കമ്മ്യൂണിസവും കോപ്പറേഷനും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിസത്തിൽ അച്ചീവ് എയിം ബൈ റെവല്യൂഷണറി മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് കമ്മ്യൂണിസം ഈസ് റെവല്യൂഷണറി എന്ന്. കോപ്പറേഷൻ ഇറ്റ് മീറ്റ്സ് ദ പ്രോബ്ലംസ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ക്ലാസ് ബൈ ഇൻട്രൊഡ്യൂസ് ചേഞ്ച് ബൈ ഇവല്യൂഷൻ. നെക്സ്റ്റ് ഇറ്റ് മേ അച്ചീവ് ക്വിക്ക് റിസൾട്ട്. എവിടെയാണ്? കമ്മ്യൂണിസത്തിൽ എങ്ങനെയാണ്? അച്ചീവ് ഗെറ്റ് ക്വിക്ക് റിസൾട്ട്. കോപ്പറേഷനിലോ ദ റീഫോർമേഷൻ ഓഫ് ദ സൊസൈറ്റി ബൈ ഗ്രാജുവൽ പ്രോസസ് ചേഞ്ചസ്. പതുക്കെ ചേഞ്ചസ് ആണ് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. കമ്മ്യൂണിസത്തിൽ ഇറ്റ് ഈസ് മോർ ഐഡിയോളജി ദാൻ പ്രാക്ടിക്കബിൾ സിസ്റ്റം. കോപ്പറേഷനിൽ ഇറ്റ് ലിബറൽ മൂവ്മെൻറ്റ് വിച്ച് മേ ഓപ്പറേറ്റ് ഇൻ ഓൾ ക്ലാസ്സസ്. ഇറ്റ് ഹാസ് എ പ്രാക്ടിക്കൽ.
ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്നത് പാർട്ട്ണർഷിപ്പും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസും ആണ്. അതിൽ പാർട്ട്ണർഷിപ്പ് നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വന്നത് എന്നാണ്? 1932 ആക്ട് 9 ഓഫ് 1932 എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആക്ടിൽ 74 സെക്ഷൻസും 2 ഷെഡ്യൂളുമാണ് ഉള്ളത്. ഈ ആക്ട് അപ്ലിക്കബിൾ ആയത് 1932 ഒക്ടോബർ 1 ഇംഗ്ലീഷ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1890 ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 വന്നത്. ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് വന്നത് 2008 ആക്ട് 6 ഓഫ് 2009 എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആക്ട് 6 ഓഫ് 2009. ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് എന്നാണ്? 31 മാർച്ച് 2009. അതിൽ 81 സെക്ഷൻസ് ഉണ്ട്, 4 ഷെഡ്യൂളുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 74 സെക്ഷനും 2 ഷെഡ്യൂളുമാണ് ഉള്ളത്. ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 81 സെക്ഷനും 4 ഷെഡ്യൂളുമുണ്ട്. പാർട്ട്ണർഷിപ്പും കോർപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ്. പാർട്ട്ണർഷിപ്പിൽ പറയുന്നത് നോട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കോർപ്പറേഷനിൽ ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. സെക്ഷൻ 9 അതിനെക്കുറിച്ച് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് ഓറൽ ഓർ റിട്ടേൺ. ചിലപ്പോൾ അത് ഓറൽ ആയിരിക്കാം, റിട്ടേൺ ആയിരിക്കാം കോൺട്രാക്റ്റ്. കോർപ്പറേഷനിൽ എങ്ങനെയാണ്? നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി. എവിടെയാണ്? പാർട്ട്ണർഷിപ്പിൽ. കോർപ്പറേഷനിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. സെക്ഷൻ 6, 7, 8 ഒക്കെ രജിസ്ട്രേഷനെ പറ്റി പറയുന്നതാണ്. മാനേജ്ഡ് ബൈ പാർട്ട്നേഴ്സ് ആണല്ലേ പാർട്ട്ണർഷിപ്പിൽ. മറ്റേ കോർപ്പറേഷനിലോ മാനേജ്ഡ് ബൈ മെമ്പേഴ്സ് ആണ്. നോട്ട് പെർപെച്വൽ സസഷൻ ആണ് പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. കോർപ്പറേഷനിലോ പെർപെച്വൽ സസഷൻ ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് പാർട്ട്ണർഷിപ്പിൽ വരുന്നത് ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം. കോർപ്പറേഷനിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മെമ്പർഷിപ്പ് കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ടീസ് ആണ് പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. കോർപ്പറേഷനിൽ നോട്ടാണ് വരുന്നത്. പാർട്ട്ണർഷിപ്പിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആണ് വരുന്നത്. കോർപ്പറേഷനിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 25 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 25 ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കണം. പാർട്ട്ണർഷിപ്പിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ബാങ്കിങ് ആണെങ്കിൽ 10ഉം അതർ ആണെങ്കിൽ 20ഉമാണ് കേട്ടോ, ആസ് പെർ കമ്പനീസ് ആക്ട് 1956 പ്രകാരം. കോർപ്പറേഷനിൽ അങ്ങനെ മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ദ ഫസ്റ്റ് കമ്പനീസ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് പാസ്ഡ് ഇൻ. എന്നാണ്? 1956. ഇൻഡിപെൻഡൻസിന് ശേഷം പാസ് ചെയ്ത ഫസ്റ്റ് കമ്പനീസ് ആക്ട് ആണ് 1956. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്? ബാബ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. 1956 ദ ഫസ്റ്റ് കമ്പനീസ് ആക്ട് ആണ് എന്തായി മാറിയത്? ദ കമ്പനീസ് ആക്ട് 2013 റീപ്ലേസ് ചെയ്തത്. Companies Act 2013 regulate the formation and functioning of companies in India. നമ്മുടെ ഇന്ത്യയിലത്തെ കമ്പനീസിൻ്റെ ഫങ്ഷൻസും ഫോർമേഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ദ കമ്പനീസ് ആക്ട് 2013 ആണ്. 2013 കമ്പനീസ് ആക്ടിൽ 470 സെക്ഷനും 7 ഷെഡ്യൂളുമാണ് ഉള്ളത്. 1956 കമ്പനീസ് ആക്ടിൽ 658 സെക്ഷനും 15 ഷെഡ്യൂളും ഉണ്ടായിരുന്നു. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? കമ്പനീസ് ആക്ട് 2013 ആണല്ലേ. അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ ആണ് ഇമ്പോർട്ടൻ്റ്. കോമ്പറ്റീഷൻ ഉണ്ട്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? മോണോപോളിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പ്രൈവറ്റിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് വരുന്നത് 2 മാക്സിമമോ 200 പ്രൈവറ്റിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് വരുന്നത് 2ഉം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് വരുന്നത് 200ഉമാണ്. പബ്ലിക്കിലാണെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് വരുന്നത് 7 പേരാണ്. മാക്സിമം നോ ലിമിറ്റ് ആണ് പറയുന്നത്. നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രൈവറ്റിൻ്റെ കേസിലാണെങ്കിൽ മിനിമം 2ഉം മാക്സിമം 15ഉമാണ്. ഏതിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് പറയുന്നത് കേട്ടോ. ബോർഡ് ഓഫ് മെമ്പേഴ്സ് പബ്ലിക്കിൻ്റെ കേസിലാണെങ്കിൽ മിനിമം 3ഉം മാക്സിമം 15ഉം തന്നെയാണ്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പ്രൈവറ്റിൽ മെമ്പേഴ്സ് വരുന്നത് മിനിമം 2ഉം മാക്സിമം 200ഉമാണ്. പബ്ലിക്കിൽ മിനിമം 7ഉം മാക്സിമം നോ ലിമിറ്റുമാണ്. നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റിൽ മിനിമം 2ഉം മാക്സിമം 15ഉമാണ്. പബ്ലിക്കിലാണെങ്കിൽ മിനിമം 3ഉം മാക്സിമം 15ഉമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്. ഏത് ആൻസർ വരിക? ഓപ്ഷൻ ബി സോഷ്യലിസം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് സോഷ്യലിസം?
ഓപ്ഷൻസ് വരുന്നത് ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഇക്കണോമിക് പ്ലാനിങ്, വെൽഫെയർ സ്റ്റേറ്റ്, കളക്റ്റീവ് ഓണർഷിപ്പ്. ഇതിലേതാ ഫീച്ചർ അല്ലാത്തത്? സോഷ്യലിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണല്ലേ. ക്ലാസ് കോൺഫ്ലിക്റ്റ് ഏതിലാണ് വരുന്നത്? ക്യാപിറ്റലിസത്തിലാണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് സോഷ്യലിസം? സോഷ്യലിസത്തിൻ്റെ ഫീച്ചർ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കുന്നത്. എലിമിനേഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, ഇക്കണോമിക് ഇക്വാലിറ്റി, അബോളിഷൻ ഓഫ് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് ഓൾ ഓഫ് ദീസ്. എന്താണ് സോഷ്യലിസത്തിൻ്റെ ഫീച്ചർ? ഇതെല്ലാമാണ് അല്ലേ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സോഷ്യലിസം സ്റ്റേറ്റ് ഈസ് സുപ്രീം. നമ്മൾ പഠിച്ച പോയിന്റ് ആണ് അല്ലേ. സോഷ്യലിസത്തിൽ സ്റ്റേറ്റ് ആണ് സുപ്രീം. ബട്ട് ഡാഷ് ഈസ് സുപ്രീം ഇൻ കോപ്പറേഷൻ. കോപ്പറേഷനിൽ ആരാണ് സുപ്രീം ആയിട്ട് നിൽക്കുന്നത്? പ്രസിഡന്റ് ആണോ, മെമ്പർ ആണോ, സെക്രട്ടറി ആണോ? മെമ്പർ ആയിരിക്കും കോപ്പറേഷനിൽ സുപ്രീം അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാസ് റിട്ടൺ ബൈ മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ഇൻ. എന്നാണ് നമ്മൾ പറഞ്ഞതാണ്, ഈ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ബുക്ക് എന്നാണ് റിട്ടേൺ ചെയ്തത്? 1848. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ്? ഓപ്ഷൻ വരുന്നത് ദർ were നോട്ട് റെവല്യൂഷണറീസ്, ദർ were intellectual ആൻഡ് കമ്മിങ് ഫ്രം വർക്കിംഗ് ക്ലാസ്, ദർ were ഹ്യൂമാനിറ്റേറിയൻസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവർ ഇൻ്റലക്ച്വലാണ്, അവർക്ക് ബുദ്ധിയുണ്ട്. അവരെവിടെ നിന്നാണ് വരുന്നത്? കമ്മിങ് ഫ്രം വർക്കിംഗ് ക്ലാസ്. പിന്നെ ദേവർ ഹ്യൂമാനിറ്റേറിയൻസ്, അവർക്ക് മനുഷ്യസ്നേഹമുണ്ട്. തോമസ് മോർ, തോമസ് ക്യാമ്പൽസ്, സെയിൻറ്റ് സൈമൺ, ചാൾസ് ഫുരിയർ, റോബർട്ട് ഓവൺ, ഇവരൊക്കെയാണ് യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. യൂട്ടോപ്യ എന്ന ഒരു ബുക്ക് എഴുതിയതാരാണ്? സർ തോമസ് മോറാണ് കേട്ടോ. 1516. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോപ്പറേഷൻ ഈസ് ടേംഡ് ആസ് എ സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് ബിക്കോസ്. ഓപ്ഷൻ വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് മെമ്പേഴ്സ്, കോപ്പറേറ്റീവ്സ് ഹാസ് എ മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി വിത്ത് ഫുൾ പവർ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ. എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം ഏതാണ് വരുന്നത്? കമ്മ്യൂണിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിഫിക്കേഷൻ ഓഫ് ലേബർ ഫോർ ദ പർപ്പസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് വിത്ത് ദ എംപ്ലോയേഴ്സ് വിത്ത് എ വ്യൂ ടു ഗെയിനിങ് സം ഇക്കണോമിക് അഡ്വാൻറ്റേജ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയൻ ആണ്. ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയൻ. സോഷ്യലിസം അഡ്വക്കേറ്റ് വയലൻസ് ആൻഡ് ഫോഴ്സ് ബട്ട് ഡാഷ് അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊപ്പഗണ്ട. എന്തായിരിക്കും? കോപ്പറേഷൻ ആണല്ലേ. കോപ്പറേഷൻ അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊപ്പഗണ്ട. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. എന്നാണ്? 1932. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ദ ബുക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാസ് റിട്ടൺ ബൈ കാൾ മാർക്സ്. നമ്മൾ പറഞ്ഞ തന്നെയാണ് അല്ലേ. 1848. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആരൊക്കെയാണെന്നുള്ളത്. തോമസ് ക്യാമ്പൽ, റോബർട്ട് ഓവൺ, സെയിൻറ്റ് സൈമൺ, ഇവരെല്ലാം യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാർക്സിയൻ ഫിലോസഫി. എന്താണ്? കമ്മ്യൂണിസം ആണ് ആൻസർ വരുന്നത്. കമ്മ്യൂണിസം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാർക്സിയൻ ഫിലോസഫി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ദാസ് ക്യാപിറ്റൽ വോളിയം ഫസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ മാർക്സ്. ആൻസർ വരുന്നത് 1867. നമ്മൾ പഠിച്ചതാണ്. കാൾ മാർക്സിൻ്റെ ഒരു ബുക്കാണ് ദാസ് ക്യാപിറ്റൽ. അത് പബ്ലിഷ് ചെയ്തത് 3 വോളിയമായിട്ടാണ്. ഫസ്റ്റ് ചെയ്തത് 1867, പിന്നെ ചെയ്തത് 1885, പിന്നെ ലാസ്റ്റ് ചെയ്തത് 1894. അടുത്തൊരു ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ ഫേവേഴ്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സോഷ്യലിസം ഫേവേഴ്സ് അവോയ്ഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. കോപ്പറേഷൻ എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം. സോഷ്യലിസത്തിനോ പ്രൈവറ്റ് പ്രോപ്പർട്ടി അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് കോപ്പറേഷനും ക്യാപിറ്റലിസവുമാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ഈസ് സുപ്രീം ഇൻ സോഷ്യലിസം, ഇൻഡിവിജ്വലിസം ഈസ് ഇൻ. എവിടെയായിരിക്കും ഇൻഡിവിജ്വലിസം ഉള്ളത്? ക്യാപിറ്റലിസത്തിലാണ് അല്ലേ. സ്റ്റേറ്റ് സുപ്രീം സോഷ്യലിസം, ഇൻഡിവിജ്വലിസം ക്യാപിറ്റലിസം ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിസിഷൻ ബൈ മെമ്പേഴ്സ് ഈസ് ഇൻ കോപ്പറേഷൻ ആൻഡ് ഡിസിഷൻ ബൈ സെൻട്രൽ അതോറിറ്റി ഏതാണ് വരിക? സോഷ്യലിസം ആണ്. ഡിസിഷൻ ബൈ മെമ്പേഴ്സ് കോപ്പറേഷനിലും ഡിസിഷൻ ബൈ സെൻട്രൽ അതോറിറ്റി സോഷ്യലിസവുമാണ്. കോപ്പറേഷൻ്റെ മോഡേൺ വാല്യൂ ചോദിച്ചാൽ ഏതൊക്കെയാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി ആൻഡ് സോളിഡാരിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി. ഇതൊക്കെ മോഡേൺ വാല്യൂസ് ഓഫ് കോപ്പറേഷനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ വെൽത്ത് ഓഫ് നേഷൻസ് റിട്ടൺ ബൈ. ആരാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്? നമ്മൾ പഠിച്ചതാണ്. ആദം സ്മിത്ത് ആണ്.
ഇനി ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം. ഇതൊക്കെ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടേഴ്സാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചർ ചോദിച്ചാൽ ഏതൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് ഓണർഷിപ്പ്, ഫ്രീ ട്രേഡ്. ഇതൊക്കെ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് ലിറ്റിൽ ഓർ നോ ഗവൺമെൻറ് കൺട്രോൾ. ഏതാണ് ആൻസർ വരുന്നത്? ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കാം. കോപ്പറേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ചെയ്തിരിക്കുന്നത്. കോപ്പറേഷൻ്റെ അതർ ഇക്കണോമിക് പാർട്ട് എന്നാണ് ഹെഡിങ് വരുന്നത്. അപ്പോൾ നന്നായി പഠിക്കാം. JCAക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.